മധ്യപ്രദേശിലെ ഭോപ്പാൽ നഗരത്തിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലത്തിൽ റൈസൻ ജില്ലയിലുള്ള ഭീംബേട്ക ഗുഹയുടെ മുന്നിലാണ് ഞാൻ. 1957 മുതൽ VS വകങ്കറാണ് ഈ ഗുഹ കണ്ടെത്തുന്നത്. ഇന്നിത് ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. 18ഓളം ഗുഹാഗൃഹങ്ങൾ ഇവിടെയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഭാരതത്തിൽ മനുഷ്യവാസത്തിൻ്റെ ഏറ്റവും പുരാതന അവശിഷ്ടങ്ങൾ കാണുന്നത് ഭീംബേട്കയിലാണെന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ ശിലായുഗ ഗുഹാചിത്രങ്ങൾക്ക് ഏകദേശം 9000 വർഷം പഴക്കമുണ്ട്. ഇവിടെ ഒരു ഹിഡുംബി ക്ഷേത്രമുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഈ പ്രദേശത്ത് കുറച്ചുനാൾ കഴിഞ്ഞിരുന്നു. ഗോത്രവർഗത്തിൽപ്പെട്ട ഹിഡുംബിയുമായി ഭീമസേനൻ വിവാഹബന്ധത്തിലേർപ്പെടുകയും തുടർന്ന് ഘടോത്കചൻ്റെ ജനനവും നടക്കുന്നു. ഹിഡുംബിയുടെ പിൻതലമുറക്കാർ അവർക്കായി ഒരു ക്ഷേത്രം പണിതിരിക്കുന്നു. ഗോത്രവർഗ വിഭാഗത്തിലുള്ളവരെ പുരാണങ്ങളിൽ രാക്ഷസന്മാരായി അവതരിപ്പിച്ചിരിക്കാം. ക്ഷത്രിയർ, ബ്രാഹ്മണർ തുടങ്ങിയവർ മനുഷ്യരായിരിക്കാം. ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ട് ഇവർ കഴിയുന്നു. ഹിഡുംബിയുടെ പിൻതലമുറക്കാർ എന്നതിൽ ഇവർ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഒരു ഗുഹാഗൃഹത്തിൽ ഹിഡുംബിയുടെയും ഘടോത്കചൻ്റെയും ഭീമസേനൻ്റെയും പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഭീംബേട്കയിൽ നിന്നും ഹൈദരാബാദിലേക്ക് യാത്ര തുടർന്നു. റോഡിൻ്റെ ഇടതുവശത്ത് പുതിയ ദേശീയപാതയുടെ പണി നടക്കുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയപാതയാണ് ഭാരതത്തിൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദിലുള്ള സമത്വ പ്രതിമ കാണുകയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഭാരതത്തിലെ ഹൈദരാബാദിലുള്ള ഒരു മഹത്തായ സ്മാരകമാണ് സമത്വ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. 216 അടി ഉയരത്തിൽ ഇരിക്കുന്ന നിലയിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോഹപ്രതിമകളിൽ ഒന്നാണ്. ജാതി, മതം, ലിംഗഭേദം എന്നിവയ്ക്കപ്പുറം സമത്വം പ്രോത്സാഹിപ്പിച്ച 11ാം നൂറ്റാണ്ടിലെ തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീ രാമാനുജാര്യരെ ആദരിക്കുന്നതാണ് സമത്വ പ്രതിമ. പുറം കാഴ്ചകൾ മാത്രമേ ചിത്രീകരിക്കാൻ അനുവാദമുള്ളൂ. ഇതിനകത്ത് ധാരാളം വ്യത്യസ്ത ഇനം നിർമ്മിതികളും ക്ഷേത്രങ്ങളും ഉണ്ട്.